നമസ്തേ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്നത്തെ കാഴ്ച പതിപ്പിലേക്ക് സ്വാഗതം. കോഴിക്കോട് നഗരഹൃദയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നിർവഹിച്ച പ്രസിദ്ധമായ ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പുണ്യസങ്കേതം. 100 വർഷത്തിലധികമായി കോഴിക്കോടിന്റെ ആത്മീയ തേജസ്സായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ആ പ്രദേശത്തെ ചരിത്ര സ്മാരകം കൂടിയാണ്. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിർവഹിച്ചത്. പ്രസിദ്ധമായ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഏതാണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം 1910 ഗുരുദേവൻ ഇവിടെ വന്ന് പ്രതിഷ്ഠ നിർവഹിച്ചത്. അന്ന് മഹാകവി കുമാരനാശനടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയായിരുന്നത്. ഈ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളാണിനി. ആയിരത്തി 1908 ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ കുറ്റിനാട്ടൽ കർമ്മം ഗുരുദേവൻ നിർവഹിച്ചത്. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അക്കാലത്ത് നല്ലീശ്വരമണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1908 ഗുരുദേവൻ കുറ്റി നാട്ടുകയും അന്ന് ചൈതന്യ സ്വാമികളെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുമതല ഏൽപ്പിക്കുകയും ചൈതന്യ സ്വാമികളുടെ നേരിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ ക്ഷേത്രം ഡിസൈനും പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചതും അദ്ദേഹമാണ്. 1910 ഗുരുദേവൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൽ ഉത്തമവിധി പ്രകാരമുള്ള പൂജാകർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങ് ശിവരാത്രി മഹോത്സവമാണ്. ഗുരുദേവൻ പ്രതിഷ്ഠയുടെ സമയത്ത് ഗുരുദേവനെ അന്വേഷിച്ച് അവിടേക്ക് ചെന്ന ഇവിടുത്തെ ഭരണസമിതിയിലും പ്രവർത്തകരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ളവർ ഗുരുവിനെ ആ സമയത്ത് അന്വേഷിച്ചും ഗുരുവിനെ അവിടെ കാണാതാവുകയും ഗുരു ആ സമയത്ത് അദൃശ്യനായിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ശ്രീകോവിലിൽ ഉണ്ടാവുകയും ആ പ്രതിഷ്ഠയുടെ സമയത്ത് തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ അകത്തേക്ക് വിളിച്ച് കയറ്റി എന്നാണ്, ആ ആളും കൂടിയാണ് അകത്തേക്ക് കയറിപ്പോയതെന്നും ആൾ തിരിച്ച് ഇതുവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊരു വിശ്വാസം ഇവിടെയുണ്ട്. വിശേഷാലായിട്ട് ഭഗവാന് പ്രദോഷ ദിവസങ്ങൾ ആചരിക്കുന്നു. മഹാരുദ്രാഭിഷേകം ഉണ്ടാവും. മറ്റ് വഴിപാടുകളും മറ്റ് നിത്യമുള്ള വഴിപാടുകൾ ഒഴികെ ദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷവും മഹാരുദ്രാഭിഷേകം. പുനരുദ്ധാരണത്തെ തുടർന്ന് പൊളിച്ചുപണിത പുതിയ പാർത്ഥസാരഥി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നിർവഹിച്ചത്. മ്യൂറൽ ചിത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ നമ്മൾ ചെയ്തത്. ഓൾറെഡി ആദ്യം ആർട്ട് വർക്ക് നമ്മളിവിടെ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ചെയ്ത് തീർത്തത് ഒരു 10-25 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയാൽ നമുക്ക് എപ്പോഴും അറിയപ്പെടാനും എല്ലാം വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രചോദനമാണ് ഈ അമ്പലവും കാര്യങ്ങളൊക്കെ തന്നെ. ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാധുജന സംരക്ഷണ പ്രവർത്തനങ്ങളും ക്ഷേത്രയോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ജനം, കോഴിക്കോട്. ചന്ദനക്കാടുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു യാത്ര നടത്തണമെങ്കിൽ ഇടുക്കിയിൽ തന്നെ എത്തണം. ഒരു ഗ്രാമമാകെ ചന്ദന പരിപാലകരാണ്. ഇടുക്കിയിലെ ആ ചന്ദന ഗ്രാമത്തിൻ്റെയും അതിൻ്റെ പാലകരുടെയും കഥയിലേക്കാണ് ഇനി. മൂന്നാറിലെ ഈ തേയിലക്കാടുകൾക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഊരുണ്ട്, ചന്ദനത്തിന്റെ ഗന്ധമുള്ള മറയൂർ. ഒരു കാലത്ത് കാട്ടുകൊള്ളന്മാരുടെ കേന്ദ്രമായിരുന്ന ഇവിടുത്തെ ചന്ദനക്കാടുകളെ സംരക്ഷിച്ചവർ അനവധിയാണ്. ആ ചന്ദനക്കാടുകളിലൂടെ ഒരു യാത്ര. മറയൂരിലെ ചന്ദനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 10-200 വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ്. 1800കളുടെ അവസാനം മറയൂരിലെ ചന്ദനത്തെക്കുറിച്ച് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഫസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന TF ബോഡിലോൺ തിരിച്ചറിയുകയും ചന്ദനം സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ട്രാവൻകൂറിന് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 1900 മുതൽ 1930 വരെയുള്ള കാലഘട്ടങ്ങളിൽ മറയൂരിലെ വിവിധ മേഖലകൾ ചന്ദന റിസർവുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ചന്ദനത്തിന്റെ സംരക്ഷണം എന്ന ഒരു പ്രക്രിയ ആരംഭിക്കുന്നത്.
ഖജനാവിന്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. നൈസായി ഒരു മരമൊക്കെ വെട്ടിക്കൊണ്ട് പോകാൻ തോന്നും, പക്ഷേ അതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പ്രദേശമെല്ലാം തന്നെ വാച്ചർമാരുടെ നിരീക്ഷണത്തിലാണ്. കൂടാതെ മരങ്ങൾക്കെല്ലാം ഇതുപോലെ നമ്പറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കൃത്യമായ പരിശോധനകൾ ഇവിടെ നടത്തിയ ശേഷമാണ് വാച്ചർമാർ തിരികെ മടങ്ങുന്നത്. അപ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ് എല്ലാം ഓരോ ഫീൽഡിലേക്കും ഞാൻ നിയോഗിക്കും. അവർ ഓരോ ഫീൽഡിലേക്കും അവർ ഡ്യൂട്ടിക്കായിട്ട് പോകും. കൂടെ ഓരോ ഫീൽഡിലും 2 NMR വാച്ചർമാരുടെ വീതമുണ്ടാകും. അപ്പോൾ NMR വാച്ചർമാരുടെ പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഒരു 60ഓളം വാച്ചർമാരുണ്ട്. കുറച്ച് പേരെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ സർവീസ് കഴിഞ്ഞ് നമ്മൾ പിരിച്ചു വിട്ടായിരുന്നു. പുതിയതായിട്ട് നമ്മൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ഫീൽഡിലെ വാച്ചർമാരായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ തദ്ദേശീയരായിട്ടുള്ള വാച്ചർമാരും പഴയ ആൾക്കാരും ഉണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനമരങ്ങൾ എത്തിക്കുന്നത് ഇവിടേക്കാണ്. അകത്തുള്ള സ്റ്റോർ റൂമുകളിൽ ഇവ സൂക്ഷിക്കും. തുടർന്നുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. വർഷം 2000-ലധികം ചന്ദനമരങ്ങൾ മറയൂരിന്റെ മണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുന്നുവെന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ ഈ റിസർവിലുള്ള ഈ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ തന്നെ കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങൾ, അപ്പോൾ ഈ 2 ടൈപ്പ് മരങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങളും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുമാണ് നമ്മൾ കളക്ട് ചെയ്ത് ഡിപ്പോയിൽ കൊണ്ടുവരുന്നത്. അത് കളക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇങ്ങനെയുള്ള മരങ്ങൾ നമ്മൾ ഒരു റിസർവിൽ നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ നമ്മുടെ SR52 എന്ന് പറയുന്ന സാൻഡൽ റിസർവിലുള്ള ഇങ്ങനെയുള്ള ഉണങ്ങിയ മരങ്ങൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് നമ്മളത് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യും. അതായത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്, ഡിപ്പോയിൽ കൊണ്ടുവരികയാണ് ചെയ്യും. അതാണ് കളക്ഷൻ എന്ന പ്രോസസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രോസസ്സിങ് ആണ്. പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്ന മരങ്ങൾ നമ്മൾ അതിൻ്റെ പുറന്തൊലി ചെത്തി ഒരുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകളിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചന്ദനത്തിന്റെ ഗന്ധം ഒരിക്കലും മായാത്ത മറയൂരിന്റെ മണ്ണിൽ നിന്നും അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. പള്ളുരുത്തി പോലീസിന് കാവലായി കസബനുണ്ട്. സ്റ്റേഷനിലെ പോലീസുകാരുടെ ചങ്കാണ് കസബൻ എന്ന നായ. കോവിഡ് കാലത്ത് ആരോ തെരുവിൽ ഉപേക്ഷിച്ചു പോയ നായയ്ക്ക് പോലീസുകാർ ഭക്ഷണവും പരിചരണവും നൽകിയപ്പോൾ അവൻ അവർക്ക് കാവലാളായി ഒപ്പം കൂടുകയായിരുന്നു. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും ഡ്യൂട്ടിയിലാണ് കസബൻ. കാക്കിയുടെ പ്രിയപ്പെട്ടവൻ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരുമായും വേഗത്തിൽ കൂട്ടുകൂടും. ഇപ്പോൾ 5 വയസ്സുള്ള നായയെ കോവിഡ് കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്റ്റേഷനിലെ പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് ഭക്ഷണവും പരിചരണവും നൽകിയതോടെ കാക്കിക്കുള്ളിലെ കാരുണ്യത്തെ അവനും തിരിച്ചറിഞ്ഞു. പള്ളുരുത്തി സ്റ്റേഷൻ വിട്ട് ഒരുപാട് അകലേക്ക് എവിടെയും പിന്നീട് അവൻ പോയിട്ടില്ല. സ്റ്റേഷനിൽ എവിടെയും കയറിച്ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും കസബിനുണ്ട്. അന്നത്തെ ACP രവീന്ദ്രനാണ് നായക്ക് കസബൻ എന്ന പേരിട്ടത്. പോലീസ് ഡ്രൈവറായ രാജേഷും SI M മനോജും മുനീറും ഓഫീസർമാരായ ലാലുവും അനിതമോളുമെല്ലാം കസബനെ പരിചരിക്കാൻ മുന്നിലുണ്ട്. 2021 ജനുവരിയിലാണ് ഞാനിവിടെ വരുന്നത്. വരുമ്പോൾ ഞാനൊരു വൈകുന്നേരമാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. ആ സമയത്ത് സ്റ്റേഷൻ്റെ വാതിൽക്കൽ ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ ഇവനെയാണ്. ഞാൻ ഓർക്കുന്നത് സ്റ്റേഷൻ പട്ടികളാണോ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പട്ടി ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് രാത്രിയാണ് ഒരു 8 മണിയോടെയാണ് കയറി വരുന്നത്. അപ്പോഴത്തേക്ക് പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നുണ്ട്. പക്ഷേ അന്നാണ് പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ പട്ടിക്ക് മനസ്സിലായി ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്ന ആളാണെന്നും ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നൊരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതിനു ശേഷം ഈ പട്ടി പിന്നെ ഞാൻ വരുമ്പോൾ എപ്പോഴും നമ്മളെ ഒന്നൊന്ന് വിഷ് ചെയ്തിട്ടേ പട്ടി പോകത്തുള്ളൂ. അതെന്തോ പോലീസിൻ്റെ കൂടെ കൂടിയുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ ഒരു വിഷ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. അപ്പം പിന്നെ അവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസമൊക്കെ കൊടുക്കാണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ ഞങ്ങൾ കസബൻ എന്നാണ് വിളിക്കുന്നത്. കസബ സ്റ്റേഷനാണിത്, അതിൽ തന്നെ കസബൻ എന്നാണ് അവനെ വിളിക്കുന്നത്. സത്യമായി അവനൊരു സ്റ്റേഷൻ പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. ഇപ്പം ഇവനെ കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് വരുമ്പോഴത്തേക്ക്. 1-2 ദിവസം ഇവനോട് ഇല്ലാണ്ട് ഇവനെ ഓടിക്കളഞ്ഞു. ഇവനെ ആരോ അടിച്ചു, പുറത്താരോ അടിച്ചു എന്ന് പറഞ്ഞ് ഇവൻ വിട്ട് പൊക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വന്നാണ് ഇവനെ. സ്റ്റേഷൻ്റെ ഒരു കാവൽക്കാരനെ പോലെയാണ് ഇവൻ. സ്റ്റേഷൻ്റെ കാവൽക്കാരനെ പോലെയാണ് ഇവൻ.
സ്റ്റേഷനിലെത്തുന്നവർക്ക് കസബൻ പരിചിതനാണ്. രാത്രി വനിതാ പോലീസാണ് പുറത്ത് ഡ്യൂട്ടിക്കെങ്കിൽ മദ്യപരടക്കം ആരെയും സ്റ്റേഷൻ പരിസരത്ത് അടുപ്പിക്കില്ല. വനിതാ പോലീസിനൊരു ധൈര്യമാണ് ആരെയും കൂസാത്ത കസബൻ. എല്ലാവരോടും ഇണങ്ങും, പെട്ടെന്ന് ഇണങ്ങിയൊക്കെ ചെയ്യും. പെറ്റീഷൻകാർ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവർ നമ്മളോട് കയർത്തി ഇങ്ങനെ ഇച്ചിരി സൗണ്ട് ഉയർത്തി സംസാരിക്കണ അവൻ പെട്ടെന്ന് ചൂടാവും. ഇങ്ങോട്ട് വരുന്നവർ അവന് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാളും മുന്നേ തന്നെ അവനത് മനസ്സിലാകും എങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. സ്റ്റേഷനിലെത്തി അനാവശ്യമായി ബഹളം വയ്ക്കുന്നവരെ കസബൻ കുരച്ചു ചാടി അടക്കി നിർത്തും. ബഹളം തുടർന്നാൽ പിന്നെയൊരു മുരളലാണ്. ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ സ്റ്റേഷൻ്റെ ഭാഗമാണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും നമ്മൾക്ക് എതിരായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കി ചെയ്യാറുണ്ട്. ബ്ലാക്കിയും സുന്ദരനുമാണ് കസബന്റെ കൂട്ടുകാർ. എന്നാൽ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും ഇവരെ പോലും കസബൻ സ്റ്റേഷൻ പരിസരത്ത് അടുപ്പിക്കില്ല. നാട്ടുകാർക്കും സമീപത്തെ കച്ചവടക്കാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് കസബൻ. കസബനാണ് ഇവിടുത്തെ മെയിൻ താരം. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്റ്റേഷൻ മുഴുവൻ അവൻ നോക്കുള്ളൂ. കംപ്ലീറ്റ് റൂംസ് പറയും അവന്. രവീന്ദ്രനാഥ് സാറ് വന്നപ്പോഴത്തേക്കാണ് അവനെ കസബൻ എന്ന് പറഞ്ഞ പേരിട്ടത്. ACP പഴയ ACP സാർ. ഫ്രണ്ട്സ് ഇതിങ്ങനെ രണ്ടുമുണ്ട്. ഇതിൻ്റെ പേര് ഒരുത്തൻ്റെ പേര് സുന്ദരൻ, ഒരുത്തൻ മറ്റേ ബ്ലാക്കി. ഇതിങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് കയറ്റുള്ളൂ. വേറെ ഒരു വാലുമുറിയാൻ പട്ടി ഉണ്ടാവും. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറപ്പിക്കുവാൻ. ഭക്ഷണപ്രിയനായ കസബൻ ചായ കുടിക്കാൻ പോകുന്ന പോലീസുകാർക്കൊപ്പം കൂടും. ഉച്ചയ്ക്ക് പ്രത്യേക മെനുവൊന്നുമില്ലെങ്കിലും രാത്രി ആരോഗ്യം നോക്കാതെ കഴിക്കും. പൊറോട്ടയും ചിക്കനും ഷവർമയും കുഴിമന്തിയുമെല്ലാമായി വയറു നിറയ്ക്കും. ഷാമ്പു തേപ്പിച്ച് കുളിപ്പിക്കുന്നതും സമയാസമയങ്ങളിൽ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതുമെല്ലാം പോലീസുകാരാണ്. സമൂഹ മാധ്യമങ്ങളിലും വൈറലായ കസബന് ആരാധകരായി വലിയൊരു നിര തന്നെയുണ്ട്. പള്ളുരുത്തി പോലീസിന് കാവലാളായി കസബനുണ്ട്. സ്റ്റേഷനിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. പോലീസുകാരുടെ മാത്രമല്ല, ഇവിടെ പരാതികളുമായി എത്തുന്ന ആളുകളുടെയും പ്രിയപ്പെട്ടവനാണ് ഈ കസബൻ. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ വിജയകരമായി ഇറക്കിയതിന്റെ സന്തോഷം ആഘോഷിക്കുകയാണ് ഭാരതം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധ തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രയാനെയും ISROയെയും അടുത്തറിയുകയാണ് അനന്തപുരിക്കാർ. അമ്പിളി കാലാതീതമായ വിസ്മയിച്ചെപ്പെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ISRO. ഓഗസ്റ്റ് 23-ന് വിക്രം ലാൻഡറിന്റെ ലാൻഡിങ്ങും പ്രഗ്യാൻ റോവർ ചന്ദ്ര ഉപരിതലത്തിൽ എത്തിയതും എന്നും നമുക്ക് വിസ്മയമാണ്. ആ വിസ്മയത്തിന്റെ ഓർമ്മ പുതുക്കി ചന്ദ്രയാൻ 3-ഉം റോവറും അനന്തപുരിയിലുമെത്തി. ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി കനകക്കുന്നിലാണ് ISROയുടെ പ്രദർശനം നടന്നത്. ആദ്യ ചന്ദ്രയാൻ ദൗത്യം മുതൽ മാർസ് ഓർബിറ്റർ മിഷനും GSATഉം PSLVയുമൊക്കെ ആളുകളുടെ അരികിലേക്ക് എത്തിയിരുന്നു. കുഞ്ഞൻ റോക്കറ്റുകൾ മുതൽ കൂറ്റൻ റോക്കറ്റുകൾ വരെ. പ്രായഭേദമന്യേ കനകക്കുന്നിൽ ISROയെയും ബഹിരാകാശ സാങ്കേതിക വിദ്യയെയും അറിയാൻ തിരക്കായിരുന്നു. ISROയും ബഹിരാകാശ ദൗത്യങ്ങളും എന്തെന്ന് വിദ്യാർത്ഥികളെയും പൊതുജനത്തെയും മനസ്സിലാക്കുക എന്നതാണ് എക്സിബിഷന്റെ ലക്ഷ്യം. ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് 7 സോണുകൾ തിരിച്ച് രാജ്യത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് കനകക്കുന്നിലെ ഈ അമ്പിളിക്കല. ജനം, തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ സൂര്യകാന്തി വസന്തം. നരസിമുക്കിലെ ഒരേക്കറിലാണ് സൂര്യകാന്തി പാടം പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഇവിടേക്കിപ്പോൾ സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ്. നരസിമുക്കിലെ പ്ലാമരം പട്ടിമാളം റോഡരികിൽ ഒരേക്കർ ഭൂമിയിലാണ് സൂര്യകാന്തി പാടം പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മഞ്ഞ നിറത്തിൽ വിടർന്നു നിൽക്കുന്ന പാടം സഞ്ചാരികളുടെ മനം കവരുന്നതാണ്. അട്ടപ്പാടിയിൽ സൂര്യകാന്തി കൂടുതലായും കൃഷി ചെയ്യുന്നത് നരസിമുക്ക് ഭാഗത്താണ്. മഴ കുറവും സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്നതുമാണ് നരസിമുക്കിലെ പ്രത്യേകത. ഒരടി അകലത്തിലാണ് ചെടികൾ വളർത്തിയിരിക്കുന്നത്. 60 ദിവസം കൊണ്ട് വിളവെടുക്കാനാകും. 1000 മുതൽ 3000 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. സൂര്യകാന്തി വിത്തിന് കിൻഡലിന് 5000 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. ഇതിന്റെ വിളവെടുപ്പ് ഒരു 15 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളായിട്ട് വിളവെടുക്കാം.
പിന്നെ അധികം കള കയറാതിരിക്കാനായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അടിയിൽ ഡ്രോപ്പ് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വളമെന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് തന്നെ ടാങ്കിൽ നിന്ന് തന്നെ അവിടെ നിന്ന് മിക്സ് ചെയ്ത് ഇങ്ങോട്ടാണ് ഇടുന്നത്. അതേസമയം പ്രദേശത്തെ വനവാസി ജനങ്ങൾ കോയമ്പത്തൂരിലെ മില്ലിൽ പോയി പൂക്കൾ എണ്ണയാക്കി ഉപയോഗിക്കുന്നതും പതിവാണ്. ജനം, പാലക്കാട്. വയനാട് ദുരന്ത ബാധിതർക്കായി ഫ്ലാഗ് ചാലഞ്ച് നടത്തി കുട്ടികൾ സ്വരൂപിച്ചത് 1,000 ലക്ഷം രൂപ. കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ കുരുന്നുകളാണ് സമൂഹത്തിന് ഒന്നാകെ മാതൃകയായത്. കളക്ടറേറ്റിലെത്തി കുട്ടികളും അധ്യാപകരും തുക ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായാണ് കുട്ടികൾ വീടുകൾ തോറും കയറിയിറങ്ങി ദേശീയ പതാക വിറ്റ് തുക സ്വരൂപിച്ചത്. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കൂട്ടുകാർക്കായി സഹായഹസ്തവുമായി കുട്ടികൾ ഇറങ്ങിയപ്പോൾ വലിയ പിന്തുണയാണ് നാടൊന്നാകെ നൽകിയത്. കുട്ടികൾക്ക് ചെറുതും വലുതുമായ തുക നൽകി ഓരോ വീട്ടുകാരും തങ്ങളുടെ പിന്തുണയും അറിയിച്ചു. ഓട്ടോ ഡ്രൈവർമാരും കച്ചവടക്കാരും കുട്ടികളുടെ നല്ല മനസ്സിന് ഒപ്പം കൂടി. ഇത് 2ാം തവണയാണ് തോട്ടുമുക്കം സ്കൂളിലെ കുട്ടികൾ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി കൈകോർക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കൂട്ടുകാർക്കായി കളിപ്പാട്ടങ്ങൾ ശേഖരിച്ച് ഇവർ കൈമാറിയിരുന്നു. ദേശീയ പതാക വിറ്റുകിട്ടിയ പണവുമായി ഇവർ ചെന്നത് കളക്ടറുടെ മുന്നിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ തുക കൈമാറി. കൂടെ പ്രധാന അധ്യാപിക ബി ഷെറീനയും PTA ഭാരവാഹികളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ പ്രവൃത്തി നാടിനൊന്നാകെ മാതൃകയും പ്രചോദനവുമാണെന്ന് കളക്ടർ സ്നേഹിൽകുമാർ IAS പറഞ്ഞു. നോട്ടുകളും നാണയത്തുട്ടുകളുമായി 25,710 രൂപയാണ് കുട്ടികൾ കളക്ടർക്ക് കൈമാറിയത്. ജനം, കോഴിക്കോട്. തലമുറകളായി കൈമാറി വരുന്ന അറിവിന്റെ മഹാശേഖരമാണ് കാർഷിക രംഗം. തലചായ്ക്കാനിടവും വിത്ത് സൂക്ഷിക്കാനുള്ള വിദ്യയും പ്രകൃതി തന്നെ കർഷകന് നൽകുന്നു. വിത്ത് കൂടയും വൈക്കോൽ മേഞ്ഞ വീടും ഇന്നും തനിമയോടെ നിലനിർത്തുകയാണ് ചെറുവയൽ രാമൻ. കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത തവണ വിതയ്ക്കാനുള്ള വിത്ത് മുള പൊട്ടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. വയനാട്ടിലെ പരമ്പരാഗത കർഷകർ വിത്ത് സൂക്ഷിക്കുന്ന സംവിധാനമാണ് കൂട, തുമ്പ എന്നിവ. ഇന്ന് കൂടയും തുമ്പയുമൊന്നും ഉപയോഗത്തിലില്ല. എങ്കിലും പഴമയുടെ ജ്ഞാനത്തിന്റെ തെളിവുകളായി അവ സൂക്ഷിച്ചിരിക്കുകയാണ് ചെറുവയൽ രാമൻ എന്ന പരമ്പരാഗത കർഷകൻ. അതായത് ഞങ്ങൾ ആ കൂട കണ്ടല്ലോ, അത് ഇല്ലി കൊണ്ടും ഈറ്റ കൊണ്ടും നെയ്തുണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അത് നേരത്തെ പറഞ്ഞു ഞാൻ. കാരണം നെല്ലുകൾ സൂക്ഷിക്കാൻ, വിത്തുകൾ സൂക്ഷിക്കാനൊക്കെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ മഞ്ഞും വെയിലും കാറ്റും ഇതൊക്കെ കൊണ്ട് ഉണങ്ങിയ വിത്ത് അതിലിടാം. പിന്നെ ഒപ്പം തന്നെ നെല്ലും, നമുക്ക് ഭക്ഷണത്തിലുള്ള നെല്ലും അതിൻ്റെ അകത്തിടാം. അങ്ങനെ ഇടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലിടുമ്പോൾ നമുക്കതിൻ്റെ പ്രകൃതിപരമായാണ് നമ്മളതിനെ സൂക്ഷിക്കുന്നത്. ഒരു തരത്തിലും കേടുവരാൻ സാധ്യതയില്ല. ഈർപ്പവും ചൂടും ബാധിക്കാതെ, വിത്തിന്റെ ഗുണനിലവാരത്തിന് കോട്ടവും വരുത്താതെ, പരിസ്ഥിതിയെ നോവിക്ക പോലും ചെയ്യാതെ അന്ന് മനുഷ്യൻ വിത്തിനങ്ങളെ സംരക്ഷിച്ചു. സ്വന്തം വീടും അതുപോലെ തന്നെ അവർ നിർമ്മിച്ചു. പരിസ്ഥിതി അനുകൂല ഘടകങ്ങളാണ് വീട് നിർമ്മാണത്തിനും ആ സംസ്കൃതി പ്രയോജനപ്പെടുത്തിയത്. പ്രകൃതിയോടിണങ്ങി മണ്ണിലധ്വാനിച്ച് ജീവിച്ച മനുഷ്യൻ കാണിച്ചു തന്ന വഴികൾ ഇന്നും പ്രസക്തമെന്ന് തെളിയിക്കുന്നതാണ് ഓരോ അനുഭവങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണകുമാറിനൊപ്പം ഐസൺ ജോസ്, ജനം, വയനാട്. ദേശീയ ചലച്ചിത്ര അവാർഡ് തിളക്കത്തിൽ കോഴിക്കോട്ടെ മലയോര മേഖല. പുല്ലൂറമ്പാറ സ്വദേശി ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത സിനിമ എ കോക്കനട്ട് ട്രീ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് സ്വന്തമാക്കിയത്. ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് മലയോര മേഖലയ്ക്ക് ഒന്നാകെ അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രമേയമാക്കിയ ഈ കോക്കനട്ട് ട്രീ നേടിയെടുത്ത അംഗീകാരം നാടൊന്നാകെ ആഘോഷിക്കുകയാണ്. ഇത്
2D ആനിമേഷൻ രീതിയിൽ ചെയ്ത ഒരു സിനിമയാണ്, ആനിമേഷൻ സിനിമയാണ്. ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ, അച്ഛൻ, കുട്ടി. അപ്പോൾ അവർ ഒരു പ്രകൃതിയോടൊത്തൊരു കാര്യം സാധാരണ രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ അമ്മ ഒരു തെങ്ങിൻ തൈ, മുളച്ചു വന്ന തൈ ഒരു കാടിനുള്ളിൽ തിങ്ങി ഞെരുങ്ങി കിടക്കുന്നു, നശിച്ചു പോകുന്ന രീതിയിൽ കിടക്കുന്നതുകൊണ്ട് അതിനെടുത്ത് വളർത്തുന്നു, വേറെ സ്ഥലത്ത് നല്ല കൊണ്ട് പരിചരിച്ച് വളർത്തും. പിന്നെ നമുക്ക് വരയ്ക്കാൻ അറിയുന്ന അത് ഇഷ്ടമുള്ളൊരു സംഗതിയും കൂടിയാണ് ചെയ്യാന്നുള്ളത്. ദേശീയ അംഗീകാരം എന്ന സ്വപ്നം സ്വന്തമാക്കിയതിന്റെ വലിയ സന്തോഷത്തിലാണ് ജോഷി. 2021 പൂർത്തിയായ ആനിമേഷൻ ചിത്രം മുംബൈ ഡോക്യുമെന്ററി ഫെസ്റ്റിലടക്കം നേരത്തെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ദേശീയ പുരസ്കാരത്തിന്റെ നിറവിൽ പുതിയ കലാസൃഷ്ടിയുടെ അണിയറയിലാണ് പുല്ലൂരമ്പാറ ആക്കാണ്ടുമുണ്ടയ്ക്കലിലെ ഈ യുവ സംവിധായകൻ. ജനം, കോഴിക്കോട്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കി നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് ഇലക്ഷൻ നടന്നത്. പൊതുതെരഞ്ഞെടുപ്പിന്റെ കെട്ടും മട്ടും SPC കേഡറ്റ്സ് ഒരുക്കിയ കനത്ത സുരക്ഷ, 48 പോളിംഗ് ബൂത്തുകൾ, 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 2500ഓളം വോട്ടർമാർ, സമതി സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക മികവ്, എല്ലാം കൊണ്ടും തീപാറിയ തെരഞ്ഞെടുപ്പ്. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് വ്യത്യസ്ത രീതിയിൽ സംഘടിപ്പിച്ചത്. ലിറ്റിൽ കൈറ്റ്സ് സോഷ്യൽ സയൻസ് ക്ലബിലെ കുട്ടികളാണ് 3 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഇവിടെ 3 ദിവസമായി ഇതിന്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ലാസ്സിനുമുള്ള കാൻഡിഡേറ്റ്സിന്റെ പേരും ലിസ്റ്റും ഒക്കെ എഴുതിയെടുത്തു, അവരുടെ ഫോട്ടോ എടുത്തു. ഉബുണ്ടു സോഫ്റ്റ്വെയറിൽ തന്നെ സമ്മതി എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറിലാണ് നമ്മളിവിടെ ഇലക്ഷൻ സംഘടിപ്പിച്ചത്. ആ സമ്മതി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ കുട്ടികളുടെ ഫോട്ടോ, കുട്ടികളുടെ പേര്, ചിഹ്നം എന്നിവ ഉൾപ്പെടുത്തി ആദ്യമേ തയ്യാറാക്കി. ഇന്ന് രാവിലെ വന്ന ഓരോ ക്ലാസ്സിനും ഡ്യൂട്ടിയുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ ലാപ്പുമായി പോയി ക്ലാസ്സിൽ പോയി അവർക്ക് എങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യേണ്ടതെന്ന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നോട്ട സംവിധാനമുണ്ട്. നോട്ടയ്ക്ക് വോട്ട് കൊടുക്കാത്ത മാക്സിമം കുട്ടികൾ ജനപ്രതിനിധിക്ക് തന്നെ വോട്ട് കൊടുത്ത് അവരുടെ സമ്മതിദാന അവകാശം നിർവഹിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും മാക്സിമം നല്ലോണം പങ്കെടുത്തു. എല്ലാ കുട്ടികളും ഓരോ ക്ലാസ്സിലും നല്ലതുപോലെ മത്സരിച്ചു. രഹസ്യ സ്വഭാവത്തിലുള്ള ഡിജിറ്റൽ വോട്ടെടുപ്പിന് ലാപ്ടോപ്പായിരുന്നു വോട്ടിംഗ് മെഷീൻ. ID കാർഡ് പരിശോധിച്ച് വോട്ടർ IDയിൽ ഒപ്പ് രേഖപ്പെടുത്തി കൈവിരലിൽ മഷി പുരട്ടിയ ശേഷം കന്നി വോട്ട്. ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. സമതി എന്ന സോഫ്റ്റ്വെയർ സഹായദായകമായിരുന്നു. ഇതിലൂടെ ഇലക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൗരബോധം കുട്ടികളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നല്ല പൗരന്മാരായി, പൗരാവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നറിയുന്ന പൗരന്മാരായി വളരണം എന്നുള്ളതാണ് നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഫലം വന്നതിന് ശേഷമായിരുന്നു കൊട്ടിക്കലാശം. ആടിയും പാടിയും തകർപ്പനാഘോഷമാണ് കുട്ടികൾ നടത്തിയത്. ജനം, തിരുവനന്തപുരം. കാഴ്ചപ്പതിപ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.